നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും ദൈവാനുഗ്രഹത്തിന്റെയും പുണ്യകാലമായ 2026 കർക്കിടക മാസം ആരംഭിച്ചിരിക്കുകയാണ്. രാമായണ പാരായണത്തിനും ശ്രീരാമനാമജപത്തിനും ഏറ്റവും വിശേഷപ്പെട്ട ഈ മാസത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങളും നക്ഷത്രങ്ങളുടെ സ്വാധീനവും ചിലരുടെ ജീവിതത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് ജ്യോതിഷ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നു. 2026 കർക്കിടക മാസത്തിലെ രൂപപ്പെടുന്ന ചില പ്രത്യേക ഗ്രഹയോഗങ്ങളും ഗ്രഹചലനങ്ങളും പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാരുടെ ഭാഗ്യസ്ഥാനം കൂടുതൽ ശക്തമാകുന്ന സൂചനകളാണ് കാണുന്നത്. അതിന്റെ ഫലമായി ധനകാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ, പുതിയ വരുമാന മാർഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭത്തിനുള്ള അവസരങ്ങൾ, കൂടാതെ ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിലും ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുമെന്നാണ് ജ്യോതിഷപരമായ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം ഈ രാമായണ മാസത്തിൽ ശ്രീരാമന്റെയും മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹം നേടുന്നതിനായി ചില പ്രത്യേക വഴിപാടുകളും പ്രാർത്ഥനകളും ചെയ്യുന്നത് ഈ ഭാഗ്യയോഗത്തെ കൂടുതൽ അനുകൂലമാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്നത്തെ വീഡിയോയിൽ 2026 കർക്കിടക മാസത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യസാധ്യത കാണുന്ന 5 നക്ഷത്രക്കാരെ കുറിച്ചും അവർ ഈ മാസത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. അപ്പോൾ സമയം കളയാതെ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയനാമങ്ങൾ ഒരു പ്രാർത്ഥനയായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രതീക്ഷിച്ച കാര്യങ്ങൾ വൈകിപ്പോകുന്നതും മനസ്സിനെ അലട്ടുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ കർക്കിടകം ആരംഭിക്കുന്നതോടെ ഈ അവസ്ഥകളിൽ ക്രമേണ എന്നാണ് കാണാൻ സാധിക്കുന്നത്. പുതിയ ജോലി ലഭിക്കുവാനുള്ള അവസരങ്ങൾ, മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കുന്നു, കുടുംബത്തിൽ സാമ്പത്തിക സ്ഥിരത വർദ്ധിക്കുക, പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കുക തുടങ്ങിയ അനുകൂല മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരുവാൻ സാധ്യതയുണ്ട്. ഭാഗ്യ പരീക്ഷണങ്ങളിൽ വിശ്വാസമുള്ളവർക്ക് ലോട്ടറി പോലുള്ള അവസരങ്ങൾ പരീക്ഷിക്കുവാൻ അനുകൂലമായ സമയമായി ഈ കാലഘട്ടത്തെ കണക്കാക്കുന്നു. എങ്കിലും ഇത് ദൈവാനുഗ്രഹത്തോടൊപ്പം നിങ്ങളുടെ പരിശ്രമവും ചേർന്നാൽ കൂടുതൽ ഫലം നൽകുമെന്നാണ് വിശ്വാസം. ചെയ്യേണ്ട വഴിപാടുകൾ: ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, തുളസിമാല സമർപ്പിക്കുക, ദിവസവും ഓം നമോ നാരായണായ 108 പ്രാവശ്യം ജപിക്കുക, രാമായണ പാരായണം ആരംഭിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു. ഇനി അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് രാമായണ മാസം ഐശ്വര്യത്തിന്റെയും പുരോഗതിയുടെയും സന്ദേശം നൽകുന്ന സമയമായി കണക്കാക്കപ്പെടുന്നു. സാമ്പത്തികമായി മുന്നേറുവാൻ ആഗ്രഹിച്ചിട്ടും പല തടസ്സങ്ങളും നേരിട്ടവർക്ക് ഈ കാലയളവിൽ പ്രതീക്ഷയുടെ വാതിലുകൾ തുറക്കുവാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാം. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ അധിക വരുമാനമോ ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ടാകാം. ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചില ആഗ്രഹങ്ങൾ സഫലമാകുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. ഭാഗ്യ പരീക്ഷണങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് അനുകൂല സൂചന ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട വഴിപാടുകൾ: വെള്ളിയാഴ്ച മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുക, താമരപ്പൂവ് സമർപ്പിക്കുക, സാധ്യമാകുമെങ്കിൽ അന്നദാനം നടത്തുക. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രം. പൂരം നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസത്തിൽ ജീവിതത്തിലെ പുതിയ അധ്യായത്തിന് തുടക്കമാകുന്ന സമയമായി കണക്കാക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ 4-ാം തീയതി മുതൽ പല കാര്യങ്ങളും ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്നെങ്കിൽ അവയ്ക്ക് ഇപ്പോൾ ചലനം ലഭിക്കാം. ധനകാര്യ മേഖലയ്ക്ക് പുരോഗതി ഉണ്ടാകുവാനും കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ, പുതിയ കരാറുകൾ, ജോലി അവസരങ്ങളല്ല എങ്കിൽ വരുമാനം വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് എത്താം. ഭാഗ്യപരീക്ഷണങ്ങളിൽ വിശ്വാസമുള്ളവർക്ക് ഈ സമയം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ നൽകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ കർക്കിടക മാസം. നിങ്ങൾ ചെയ്യേണ്ട വഴിപാടുകൾ: ശ്രീരാമ ക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക, ചൊവ്വാഴ്ച ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമാണെന്ന് വിശ്വാസമുണ്ട്. അടുത്തത് വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ രാമായണ മാസം ആത്മവിശ്വാസം വർദ്ധിക്കുകയും സാമ്പത്തിക തടസ്സങ്ങൾ കുറയുകയും ചെയ്യുന്ന
ഫലത്തിൽ കാണുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന അനിശ്ചിതത്വങ്ങൾ മാറി ജീവിതത്തിൽ സ്ഥിരത കൈവരുവാൻ സാധ്യതയുണ്ട്. കടബാധ്യതകളിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാനും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കുവാനും കുടുംബത്തിൽ സമാധാനം വർദ്ധിപ്പിക്കുവാനും അനുകൂല സാഹചര്യം ഉണ്ടാകാം. അപ്രതീക്ഷിത ഭാഗ്യാവസരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയം പ്രാർത്ഥനയും ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. ചെയ്യേണ്ട വഴിപാടുകൾ: വിഷ്ണു സഹസ്രനാമം കേൾക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസി സമർപ്പിക്കുക. ദരിദ്രർക്ക് ഭക്ഷണദാനം നൽകുക. എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുന്നതും വളരെ നല്ലതായി കാണുന്നു നിങ്ങൾക്ക്. ഇനി ഏറ്റവും അവസാനത്തെ നക്ഷത്രമായിട്ടുള്ള രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസം 4-ാം തീയതിയോടുകൂടി ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ പരാമർശിക്കപ്പെടുന്ന നക്ഷത്രങ്ങളിൽ ഒന്നായി മാറുന്ന സമയമാണിത്. ഏറെ നാളുകളായി കാത്തിരുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാനും സാമ്പത്തികമായി വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാനും സാധ്യതയുണ്ട്. ജോലി, ബിസിനസ്, നിക്ഷേപം, പുതിയ പദ്ധതികൾ എന്നിവയിൽ അനുകൂല പുരോഗതി ലഭിക്കാം. അപ്രതീക്ഷിത ധനലാഭത്തിനും ഭാഗ്യ പരീക്ഷണങ്ങളിൽ അനുകൂല അവസരങ്ങൾ ലഭിക്കുവാനും ഈ സമയം സഹായകമാകുമെന്നാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ കാലയളവിൽ ഭക്തിയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകുന്നത് മനസ്സിന് കൂടുതൽ ശക്തി കിട്ടുവാനും അത് ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട വഴിപാടുകൾ: മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ താമരപ്പൂ സമർപ്പിക്കുക. വെള്ളിയാഴ്ച നെയ്വിളക്ക് തെളിയിക്കുക. സാധ്യമാകുമെങ്കിൽ ശ്രീരാമ ക്ഷേത്രത്തിലും പോകുക. പ്രിയപ്പെട്ടവരെ, 2026 ഈ കർക്കിടക മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളും അനുഗ്രഹങ്ങളും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി ഇന്ന് പറഞ്ഞ ഈ 5 നക്ഷത്രക്കാരിൽ നിങ്ങളുടെ നക്ഷത്രം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രാമായണ മാസത്തിൽ വിശ്വാസത്തോടെയും ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും മുന്നോട്ട് പോകുക. അതോടൊപ്പം പറഞ്ഞ വഴിപാടുകളും കഴിയുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഭാഗ്യം എന്നത് ജീവിതത്തിൽ എപ്പോൾ എങ്ങനെയാണ് വാതിൽ തുറക്കുക എന്ന് ആർക്കും മുൻകൂട്ടി പറയുവാൻ കഴിയില്ല. എന്നാൽ ദൈവവിശ്വാസവും ആത്മാർത്ഥതയും പ്രാർത്ഥനയും സൽക്കർമ്മങ്ങളും ജീവിതത്തിലേക്ക് നല്ല അവസരങ്ങളെ ആകർഷിക്കുമെന്ന് വിശ്വാസികൾ കരുതുന്നു. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. അതുപോലെ തന്നെ ഭഗവാൻ ശ്രീരാമന്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിനുമേൽ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഇത്തരത്തിലുള്ള ആത്മീയ ജ്യോതിഷപരവുമായ വീഡിയോകൾ ദിവസവും കാണുന്നതിനായി നക്ഷത്ര വോയ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ കർക്കിടക മാസം ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറയ്ക്കട്ടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.